പ്രതി റിമാൻഡ് ആയതുകൊണ്ട് മാത്രം പ്രതി ശിക്ഷിക്കപ്പെടണമെന്നില്ല. നമ്മൾ തുടക്കം മുതലേ മെഡിക്കൽ കോളേജ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ശക്തമായ വീഴ്ചയാണ് ഉണ്ടായിട്ടുള്ളത്. ശക്തമായ നിയമ നടപടികളിലേക്ക് ഇറങ്ങിയിട്ടില്ല. തുടക്കം അവർ പറഞ്ഞത് അസാഭാവിക മരണത്തിനാണ് കേസെടുത്തത്. പിന്നീട് പൊതു വികാരം ഉയർന്ന് ശക്തമായ പ്രതിഷേധങ്ങൾ വന്ന സമയത്താണ് അവർ പ്രേരണ കുറ്റത്തിന് കേസെടുത്തത്. അങ്ങനെയുള്ളൊരു പ്രതിയെ ഇവിടുത്തെ SIയുടെ സ്വകാര്യ വാഹനത്തിൽ കൊണ്ടുപോകുന്നു. അവരെ പത്രമാധ്യമങ്ങളെ കാണിക്കുന്നില്ല. നേരിട്ട് വൈദ്യപരിശോധനയ്ക്ക് ഈ സ്റ്റേഷനിൽ ഹാജരാക്കാതെ അവിടെ കൊയിലാണ്ടി താലൂക്ക് ഹോസ്പിറ്റലിൽ വൈദ്യപരിശോധന നടത്തുന്നു. നേരിട്ട് കോടതിയിൽ ഹാജരാക്കുന്നു. IT ആക്ട് 2000 പ്രകാരം ഈ കേസിൽ IT ആക്ട് ഉൾപ്പെടുത്തണമെന്നാണ് ആവശ്യം നിരാകരിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇത് പ്രതിയെ രക്ഷപ്പെടാനുള്ള സാഹചര്യം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരുക്കി എന്നുള്ളതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ നിയമ നടപടികളുമായും അതിശക്തമായ പ്രതിഷേധവുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നതാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കുക. ഇതിപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന ഒരു വിവരം അതെന്താണ്? കാരണം ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നു. അറസ്റ്റിലായതുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. പോലീസ് വാഹനത്തിലല്ല ഈ പ്രതിയെ കൊണ്ടുപോയത് എന്നുള്ള തരത്തിലുള്ള വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ വരെ സംഭവിച്ചു. എന്താണ് അപ്പോഴും പോലീസിന്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന ഒരു നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് രാവിലെ 10:30 മണിക്ക് അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതിയെ ഇവിടുത്തെ CA AC അടക്കമുള്ള ആളുകൾ ഫോൺ വിളിച്ചിട്ട് ആ അറസ്റ്റിനെ കുറിച്ച് ഒരു അക്ഷരം ആരോടും പറഞ്ഞിട്ടില്ല. ഇവരുടെ കുടുംബത്തിനെ അറിയിച്ചിട്ടില്ല, പത്രമാധ്യമങ്ങളെ അറിയിച്ചിട്ടില്ല. പിന്നീട് നമ്മൾ അറിയുന്നത് ഇവരെ സ്വകാര്യ വാഹനത്തിൽ ഇവിടുത്തെ SIയുടെ സ്വന്തം വാഹനത്തിലാണ് ഈ പ്രതിയെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. യഥാർത്ഥത്തിൽ മെഡിക്കൽ കോളേജ് സ്റ്റേഷനിൽ ഹാജരാക്കി ഇവരെ വൈദ്യപരിശോധന നടത്തേണ്ടത് ഇവിടുത്തെ ബീച്ച് ഹോസ്പിറ്റലോ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലാണ്. അതൊന്നും ചെയ്യാതെ കൊയിലാണ്ടി താലൂക്ക് ഹോസ്പിറ്റലിൽ ഇവർക്ക് ആരും അറിയാതെ വൈദ്യപരിശോധനയ്ക്കുള്ള സാഹചര്യം ഒരുക്കുന്നു. നേരിട്ട് കോടതിയിൽ ഹാജരാക്കുന്നു. IT ആക്ട് 2000 പ്രകാരം കേസിൽ ഇത് നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ആ കുടുംബത്തിന് നീതി ലഭിക്കണമെങ്കിൽ ഇത് കോടതിയിൽ ഇവർ ശിക്ഷിക്കപ്പെടണമെങ്കിൽ ഇവരെ IT ആക്ട് ഇതിൽ ഉൾപ്പെടുത്തണം. അപ്പൊ ഇതൊന്നും ചെയ്യുന്നില്ല. ഇവരുടെ മൊബൈൽ ഫോണിൽ നിന്നാണ് ഇത് ഇവര് പൊതുസമൂഹത്തിലേക്ക് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചിട്ടുള്ളത്. ആ ഫോൺ ഹാജരാക്കണം, ആ ഫോൺ ശാസ്ത്രീയ പരിശോധന നടത്തണം. അപ്പൊ ഇതൊന്നും ചെയ്യാതെ കേവലം ഒരു റിമാൻഡ് ചെയ്യപ്പെട്ടു എന്നുള്ളത് കൊണ്ട് ആ കുടുംബത്തിന് നീതി ലഭിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് ഇതിനെ നിയമപരമായി എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. അതിശക്തമായ നിയമ നടപടികളും പ്രത്യക്ഷ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. ഇതിപ്പോൾ താങ്കൾ പറയുന്നത് വെച്ച് പോലീസ് പ്രതിയെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്ന് തന്നെയാണോ? അതെ, തീർച്ചയായും. നിങ്ങൾ എവിടെയാണ് കണ്ടിട്ടുള്ളത്? ഇവിടുത്തെ ഒരു ഷീട്ട് കളിച്ച് പിടിച്ചാൽ പോലും അയാളുടെ ഫോട്ടോ പോലും പത്രമാധ്യമങ്ങൾക്ക് കൊടുക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ മെഡിക്കൽ കോളേജ് പോലീസ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്വകാര്യ വാഹനത്തിൽ ഒരാളെയും കാണിക്കാതെ പൊതുസമൂഹത്തിൽ നിന്ന് മറച്ചുകൊണ്ട് ഇവരെ രക്ഷപ്പെടാനുള്ള സാഹചര്യം ഒരുക്കുന്നത് കൊണ്ടാണ്. അപ്പൊ അതിനകത്ത് ദുരൂഹതയുണ്ട്. പോലീസിന്റെ ഭാഗത്തുനിന്ന് സമ്മർദ്ദമുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിനകത്ത് ഈ കുടുംബത്തിന് നീതി കിട്ടുന്നതിന് വരെ ഈ കുടുംബത്തോടൊപ്പം നിയമപരമായും പ്രത്യക്ഷ സമരമായും ഞങ്ങൾ മുന്നോട്ട് പോകും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.